ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രവർത്തക സമിതി യോഗമാണ് ചേർന്നത്. കാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളും സംഘടനാ കാര്യങ്ങളൊക്കെയാണ് മുഖ്യമായി ചർച്ച ചെയ്തത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഇന്നത്തെ യോഗത്തെ സംബന്ധിച്ച്. ഇന്ന് ചർച്ചയിൽ കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF-നുണ്ടായ വലിയ വിജയവും അതിൽ മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും വഹിച്ച പങ്കൊക്കെ വിശകലനം ചെയ്യപ്പെട്ടു. അഭിനന്ദനാർഹമായ വിജയമാണ് UDF-നുണ്ടായത് എന്ന് വിലയിരുത്തി. അതിനുശേഷം ഇന്നലെ റിസൾട്ട് വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും മുസ്ലിം ലീഗും UDF-ഉം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നയത്തിന് ജനങ്ങളുടെ അംഗീകാരം ലഭിച്ചതാണെന്ന് വിലയിരുത്തി. ഇടതുപക്ഷ മുന്നണിക്കെതിരെ UDF പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണ് എന്ന് ജനങ്ങൾ അംഗീകരിച്ചതിൻ്റെ പ്രതിഫലനമാണ് ഇന്നലെ വന്ന റിസൾട്ട്. 9 വാർഡുകളാണ് LDF-ൻ്റെ കയ്യിൽ നിന്ന് UDF കേരളത്തിൽ പിടിച്ചെടുത്തത്. അതുപോലെ തന്നെ ജയിച്ചിടത്തൊക്കെ വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കാനും സാധിച്ചു. അപ്പം അതൊക്കെ UDF-നും മുസ്ലിം ലീഗിനുമൊക്കെ കേരളീയ സമൂഹത്തിൽ കിട്ടുന്ന ജനപിന്തുണയുടെ പ്രതിഫലനമാണ് എന്നതാണ് യോഗത്തിൻ്റെ വിലയിരുത്തൽ. പിന്നെ ഞങ്ങൾ കാര്യമായി ചർച്ച ചെയ്തത് മുനമ്പം വിഷയം. ഉമ്മാനോട് കുഞ്ഞാലി സാഹിബ് വിശദമായി പറയും, എനിക്ക് ശബ്ദവുമില്ല. ആ കാര്യത്തിൽ പ്രമേയം ഇപ്പോൾ തരും. പിന്നെ ആ കാര്യത്തിൽ മുസ്ലിം ലീഗ് എടുത്തൊരു എഫേർട്ടുണ്ട് ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിൽ. ആദ്യം മതസംഘടനാ നേതാക്കന്മാരെ യോഗം വിളിച്ചു. അതിൽ അഭിപ്രായ സമന്വയം ഉണ്ടായി. ആ ഫറൂഖ് കോളേജ് എന്ന് പറയുന്ന ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ അവകാശികളെ യോഗത്തിൽ വിളിച്ചു. അവർക്ക് പറയാനുള്ളതും കേട്ടു. മതസംഘടനാ നേതാക്കൾ എന്ന് പറഞ്ഞാൽ മതപണ്ഡിതന്മാരാണ്. അവരൊക്കെ കൂട്ടിയിരുത്തിയിട്ടാണ് നിങ്ങളോട് സംസാരിച്ചത്. അത് എല്ലാ ഭാഗത്തു നിന്നും അപ്രീഷിയേഷൻ കിട്ടിയൊരു നിലപാടായിരുന്നു. അത് കഴിഞ്ഞ് കൂടുതൽ ചർച്ചകൾക്കായി നമുക്കറിയാം, വാരാപ്പുഴ ആർച്ച് ബിഷപ്പിനെ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ക്ഷണപ്രകാരം സന്ദർശിക്കുകയും ജലീൽ സാഹിബിൻ്റെ കൂടെ സന്ദർശിക്കുകയും എല്ലാവർക്കും സ്വീകാര്യമായ പൊതുവെ കേരളീയ സമൂഹത്തിൽ സംതൃപ്തിയും സ്നേഹവും പരസ്പര വിശ്വാസവും വളർത്താൻ ആവശ്യമായ ഒരു ചർച്ചകളൊക്കെ നടക്കുകയും കേരളീയ പൊതുസമൂഹം അത് അംഗീകരിക്കുകയും ചെയ്തതാണ്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണ്. അവിടെ നേരത്തെ മതസംഘടനകളുടെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ അഭിപ്രായം ന്യായമായ അവകാശങ്ങളോടുകൂടി അവിടെ താമസിക്കുന്നവരെ കുടിയിറക്കരുത് എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ആ നയത്തിൽ. ഒരു മാറ്റമില്ല. ആ തീരുമാനം മുസ്ലിം ലീഗ് ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തക സമിതി യോഗം ഉയർത്തിപ്പിടിച്ചു. അതാണ് ആദ്യത്തെ പ്രമേയമായി എഴുതിയിട്ടുള്ളത്. മറ്റൊന്ന് ആരാധനാലയം. ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ആരാധനാലയങ്ങളുടെ നേരെയുള്ള കയ്യേറ്റം സർക്കാർ സ്പോൺസേഡ് നടക്കുകയാണ്. ആരാധനാലയങ്ങളിൽ സംഘപരിവാറിൻ്റെ ആളുകൾ പോലീസിനെ കൂട്ടി ചിലടത്ത് സർവേക്കാരെ കൂട്ടിയൊക്കെ പോയി പള്ളികൾ തകർക്കുകയാണ്. എതിർക്കുന്നവരെ വെടിവെച്ചു കൊല്ലുകയാണ്. ഇത്തരമൊരു സാഹചര്യം. ആരാധനാലയ സംരക്ഷണ നിയമം ഇന്ത്യ രാജ്യത്തുണ്ട്. ആ നിയമം ലംഘിച്ചുകൊണ്ടാണ് ചില BJP സർക്കാരുകൾ ഈ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള പ്രമേയമുണ്ട്. മൂന്നാമത്തെ കാര്യം, ഞങ്ങൾക്കറിയാം, ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അത് ഏത് സംസ്ഥാനത്തായിരുന്നാലും ഏത് രാജ്യത്തായിരുന്നാലും മുസ്ലിം ലീഗിന് അതിൽ ഒരേ അഭിപ്രായമുള്ളൂ. ഉത്തരേന്ത്യയിലൊക്കെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു. മണിപ്പൂരിൽ ക്രിസ്തീയ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു. ബംഗ്ലാദേശിൽ അവിടുത്തെ ന്യൂനപക്ഷ സമൂഹം പീഡിപ്പിക്കപ്പെടുന്നു എന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ തന്നെ വളരെ ആശങ്കകൾ ഉയർത്തുന്ന ഒരു സാഹചര്യമാണ്. അതിനെതിരെ എല്ലാ ഗവൺമെൻറ്റുകളും മതേതര വിശ്വാസികളൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ മതങ്ങളെയും എല്ലാ വിശ്വാസങ്ങളെയും ആദരിച്ചും ബഹുമാനിച്ചും പരസ്പരം സ്നേഹിച്ചും മുന്നോട്ട് പോകണം എന്നൊരു പ്രമേയമുണ്ട്. നാലാമത്തെ ഞങ്ങളുടെ പ്രമേയം, കേന്ദ്ര സർക്കാർ ഇപ്പോൾ JPCക്ക് വിട്ടിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലാണ്.
അത് സത്യത്തിൽ വഖഫിനെ ഇല്ലാതാക്കുന്ന ബില്ലാണ്. വഖഫ് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഇല്ലാതാക്കാനുള്ള ഒരു നിയമമാണ്. അതിനെതിരെ JPCക്ക് മുമ്പാകെ മുസ്ലിം ലീഗും ഇന്ത്യ രാജ്യത്തിലെ വിവിധ മതേതര ജനാധിപത്യ സംവിധാനങ്ങളും സംഘടനകളും ഒക്കെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ബില്ലുമായി മുന്നോട്ട് പോകുന്നത് കേന്ദ്ര ഗവൺമെൻറ് അവസാനിപ്പിക്കണം. മത ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നാണ്.